നമസ്കാരം, എല്ലാ കുട്ടികളും ഗിരീഷ് സാറാണ്. +1 ബോട്ടണി പാളിയോ. ഇന്ന് ഞാൻ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അറിയുന്നത് ബയോളജി പരീക്ഷ യഥാർത്ഥത്തിൽ ഭയങ്കര കാര്യം, ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പോലും എടുക്കാത്തതുകൊണ്ടായിരിക്കാം. സുവോളജി എല്ലാവരും പറഞ്ഞു, +1 എഴുതിയ കുട്ടികളെല്ലാം പറഞ്ഞു സുവോളജി അത്യാവശ്യം നല്ല പരീക്ഷയായിരുന്നു. ബോട്ടണി പക്ഷെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ഇതൊരു സൂചന മാത്രമാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സൂചന മാത്രമായിട്ട് എടുക്കണം. കാരണം നിങ്ങൾക്ക് കഴിഞ്ഞ പരീക്ഷ കെമിസ്ട്രി ഏറ്റവും എളുപ്പമുള്ളൊരു കെമിസ്ട്രി പരീക്ഷയായിരുന്നു. കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രിയൊക്കെ അപേക്ഷിച്ച്, കഴിഞ്ഞ വർഷങ്ങളിലെ കെമിസ്ട്രിയൊക്കെ അപേക്ഷിച്ച് കെമിസ്ട്രി പരീക്ഷ ഈ വർഷത്തെ +1 ഭയങ്കര എളുപ്പമുള്ളൊരു പരീക്ഷയായിരുന്നു. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയാലും സെക്കൻഡ് ലാംഗ്വേജ് ആയാലും കുഴപ്പമില്ലായിരുന്നു. ബോട്ടണിയും സുവോളജിയിലും ഈ പറഞ്ഞ പോലെ ബോട്ടണി പാളി എന്ന് പല കുട്ടികളും പറയുന്നത് കൃത്യമാണെന്ന് അധ്യാപകനും പറയുന്നുണ്ട്. കാരണം ശകലം ടഫൊക്കെ ആക്കിയിട്ടുണ്ട് ബോട്ടണി. പക്ഷേ ഇനി വരാതിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മാത്സ് നല്ല ടഫായിരുന്നു +2കാർക്ക്. ഇനി വരാതിരിക്കുന്നത് ഫിസിക്സും മാത്സും പോലെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഫിസിക്സ് 23-ാം തീയതി 27-ാം തീയതി മാത്സുമാണ്. ഫിസിക്സ് നല്ല ടഫായിട്ടുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും നല്ല ന്യൂമറിക്കൽസും ചോദിച്ചാൽ ടഫാകാനുള്ള ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് നല്ല വൃത്തിയായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ ഒരു കുഴപ്പമില്ല. മാത്സും ഫിസിക്സും മാത്സും വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കുട്ടികൾ കേരളത്തിൽ എഴുതിയേക്കുന്ന വിഷയങ്ങളിലൊന്ന് എപ്പോഴും ഫിസിക്സാണ്. +1 ഇപ്പോൾ ഇമ്പ്രൂവ്മെന്റ് മാർച്ചിലായതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള ഓപ്ഷനും ഇല്ല. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന വിഷയം ഫിസിക്സാണ്. നിങ്ങൾ വളരെ ജാഗ്രത വേണം. പക്ഷെ നല്ലപോലെ പഠിക്കുകയും വേണം. നമ്മൾ വളരെ സിമ്പിളാണ്, ഇത് വളരെ രസമാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ വെറും സിമ്പിളായിട്ട് ഞങ്ങൾ അങ്ങ് എടുക്കുന്നു, ഞങ്ങൾക്ക് തലേദിവസം പഠിച്ചാൽ മതി എന്ന് വിചാരിച്ചിരിക്കരുത്. ഇപ്പം നല്ല ഗ്യാപ്പുണ്ട്. ഫിസിക്സിനും ഗ്യാപ്പുണ്ട്, മാത്സിനും ഗ്യാപ്പുണ്ട്. ഇപ്പോൾ ഈ ഗ്യാപ്പുള്ളിൽ ഫിസിക്സ് നല്ലപോലെ പഠിക്കുക. 14 ചാപ്റ്ററാണ്. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിന്ന് വരും. ഒരു 90% ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ട് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് കാണുന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ ന്യൂമറിക്കൽസ്, ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് എല്ലാം ചെയ്യും. നിങ്ങളത് കൃത്യമായിട്ട് കണ്ട് പഠിച്ച് വേണം മക്കളെ പോകാൻ. കാരണം നിങ്ങൾക്ക് ഒരു മാർക്ക് പോകുന്നത് അധ്യാപനം നമുക്കും വിഷമമുള്ളതുകൊണ്ടാണ്. മാക്സിമം പഠിക്കുക. പല വർഷങ്ങളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും വർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതുകൊണ്ടാണ് നമ്മളിത് മുൻകൂട്ടി പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. എല്ലാം എളുപ്പമായിരിക്കട്ടെ. അന്നേരം നിങ്ങൾ കമൻസ് ഇടുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൊച്ചു വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ നോട്ട്സും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം സിമ്പിളായിട്ട് എല്ലാം കൊടുത്തിരിക്കും. നല്ല പഠിക്കുക, നല്ല മാർക്ക് കിട്ടേണ്ടെന്ന് പ്രവർത്തിച്ചുകൊണ്ട് മാഷ് നിർത്തുന്നു. അടുത്ത വീഡിയോ പെട്ടെന്ന് വരും. ഇന്ന് തന്നെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെവർ എവർ ഗിവ് അപ്പ്.